നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ നടത്തുവീൻ, പാപമോചനത്തിന് തേടുവീൻ. സുമ്മ തൂബൂ ഇലൈഹി, പിന്നീട് നിങ്ങൾ അവങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുവീൻ, തൗബ ചെയ്യുകയും ചെയ്യുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇസ്തിഗ്ഫാറും തൗബയും വ്യത്യാസമുണ്ട് എന്നാണ്. രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ അല്ലാഹു തആല വ അനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി എന്ന് എന്തിനു പറയണം? നിങ്ങളുടെ യജമാനനായ റബ്ബിനോട് നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി തേടുവീൻ, സുമ്മ പിന്നീട് തൂബൂ ഇലൈഹി, പിന്നെ നിങ്ങൾ അവനിലേക്ക് തൗബയും ചെയ്യുവീൻ, തൗബ ചെയ്യുവീൻ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ എന്താണത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ അള്ളാഹുവിനോട് അള്ളാഹുവേ എനിക്ക് പൊറുത്തു തരണമേ, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, അല്ലെങ്കിൽ റബ്ബിഗ്ഫിർലി, റബ്ബേ നീ എന്നോട് പൊറുക്കേണമേ എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ മാത്രമാണ്. ആ ഇസ്തിഗ്ഫാർ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി അള്ളാഹുവിനോടുള്ള തേട്ടമായിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു തെറ്റിനെക്കുറിച്ചുള്ള റബ്ബിൻ്റെ മുമ്പിലുള്ള പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടമായിരിക്കാം. എന്നാൽ തൗബ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് മാത്രമല്ല ഉൾക്കൊള്ളുന്നത്. തൗബയുടെ നിബന്ധനകൾ നമ്മൾ പഠിച്ചവരാണ്. തൗബയുടെ നിബന്ധനകൾ ഏതാണെന്ന് ധാരാളം കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ കൃത്യമായി ഖേദിച്ചു മടക്കം വരുന്നുണ്ട്. കേവലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറായി, അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറായി, റബ്ബിഗ്ഫിർലി ഖതീഅതി, എൻ്റെ പാപങ്ങൾ എനിക്ക് പൊറുത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞാലും ഇസ്തിഗ്ഫാറായി. എന്നാൽ അത് തൗബയാകണമെങ്കിലോ, തൗബയാകണമെങ്കിൽ ചില കൃത്യമായ കാര്യങ്ങൾ മുഖവിലക്കെടുക്കണം നമ്മൾ. ഒന്നാമതായി, എന്താണോ ചെയ്തു വരുന്ന പാപമെങ്കിൽ ആ പാപത്തിൽ നിന്ന് ഉടനടി വിട്ടു നിൽക്കണം. പാപം ചെയ്തുകൊണ്ടിരിക്കുക, പശ്ചാത്തപിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു രീതി ഇസ്ലാമിൽ ഇല്ല. ഏതിൽ നിന്നാണോ ഞാൻ പശ്ചാത്തപിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ തിന്മയിൽ നിന്ന് ഉടനെ ഞാൻ ഒഴിവാകണം. മാത്രമല്ല, രണ്ടാമത്തെ നിബന്ധന, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ള അത്തരത്തിലുള്ള ഏത് പാപങ്ങളുണ്ടോ ആ പാപങ്ങളെല്ലാം ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ മനസ്സിൽ അഗാധമായ ദുഃഖം വേണം. നല്ല സങ്കടവും ഖേദവും ദുഃഖവുമൊക്കെ അലയടിക്കണം, എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. മൂന്നാമതായി, ഇനി ഒരിക്കലും ഞാൻ ആ തരത്തിലുള്ള പാപങ്ങളിലേക്ക് പോവുകയില്ല റബ്ബേ എന്ന് ദൃഢമായി നിശ്ചയിക്കണം, തീരുമാനമെടുക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിന്മകളിൽ, തെറ്റുകളിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കേസുകളും പ്രശ്നങ്ങളുമാണെങ്കിൽ ഈ മൂന്ന് നിബന്ധനകൾക്ക് പുറമേ അവരോട് പറഞ്ഞു പൊരുത്തപ്പെടിക്കലും അവരുടെ അവകാശങ്ങൾ കൊടുത്തു വീട്ടലുമൊക്കെയുള്ള നാലാമത്തൊരു നിബന്ധന കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് വിവരണങ്ങൾ നമുക്ക് അടുത്ത ഒരവസരത്തിലേക്ക് ഞാൻ നീട്ടിവെക്കുകയാണ്. അത് കുറച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നീ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെറ്റുകളിൽ നമ്മൾ നിലനിർത്തേണ്ടുന്ന, അഥവാ നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടുന്ന, തൗബയുടെ വേളയിൽ നമ്മുടെ മനസ്സിൽ കൃത്യമായി തന്നെ നിലനിൽക്കേണ്ടുന്ന ഈ മൂന്ന് കാര്യങ്ങൾ, ജീവിതത്തിൽ ചെയ്തു വരുന്ന ഏതെങ്കിലും തിന്മകളുണ്ടെങ്കിൽ അത് ഉടൻ സ്റ്റോപ്പ് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള അഗാധമായ ഖേദം വേണം. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്തിനു വേണ്ടിയാകരുത്? റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമായിരിക്കണം ഞാനൊരു തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്. അതല്ലാതെയും വിട്ടുനിൽക്കും ആളുകൾ. ആളുകളെ പേടിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുണ്ട്. താൻ വഷളാകുമോ, താൻ സമൂഹത്തിൽ ചെയ്തു വരുന്ന ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെടുമോ, സമൂഹത്തിൻ്റെ മുമ്പിൽ
ഞാൻ വഷളായി, എന്നെ ജയിലിലടക്കുമോ, അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്നെ സംബന്ധിച്ചുള്ള വീക്ഷണങ്ങൾ എപ്രകാരമായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മദ്യപിച്ചാൽ, വ്യഭിചരിച്ചാൽ ആരോഗ്യത്തിന് തകരാറാണ്. അതുകൊണ്ട് കരൾ രോഗം വരാം, ആരോഗ്യം ക്ഷയിക്കും. അതുപോലെ തന്നെ ലൈംഗികമായ രോഗങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ഭൗതികമായ കാരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ എന്ത് ചെയ്യുകയാണ്? വ്യഭിചാരത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും ലഹരി ഉപയോഗത്തിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുകയാണ്. കൈക്കൂലി വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങാതിരിക്കുകയാണ്. എന്തേ കാരണം? അള്ളാനെ പേടിച്ചിട്ടല്ല. കൈക്കൂലി തരുന്ന ഈ രൂപത്തിൽ ഞാൻ കൈക്കൂലി വാങ്ങുന്നവനാണെന്ന് ഏതെങ്കിലും വിധത്തിൽ അറിയപ്പെട്ട് കഴിഞ്ഞാൽ അതെന്റെ പ്രത്യേകമായ അഭിമാനത്തെ ക്ഷതപ്പെടുത്തും. ഞാൻ വഷളാകും, ഞാൻ ജയിലിലടക്കപ്പെടും. ഒരു വേള എനിക്ക് തരുന്ന കൈക്കൂലിയുടെ തുക പോലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകളെ പറഞ്ഞയച്ചോ സ്വകാര്യമായിട്ടാണ് എനിക്കത് തരുന്നത്, അത് എന്നെ പരീക്ഷിക്കുവാനാണോ എന്നുള്ള അത്തരത്തിലൊക്കെയുള്ള ചില ഭയങ്ങൾ കൊണ്ടൊക്കെയാണ് ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലിയിൽ നിന്ന് മാറി നിൽക്കുന്നതെങ്കിൽ അതൊന്നും ഇസ്ലാമികമായ റബ്ബിനെ പേടിച്ചുകൊണ്ടുള്ള പാപത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കലല്ല. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാനൊരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ പേടിച്ചുകൊണ്ടോ, ഡിപ്പാർട്ട്മെന്റിനെ പേടിച്ചുകൊണ്ടോ, അധികാരികളെ പേടിച്ചുകൊണ്ടോ, ആരെ പേടിച്ചുകൊണ്ടുമായിരിക്കരുത്. എനിക്ക് കഴിയാത്തത് കൊണ്ടുമായിരിക്കരുത്, എൻ്റെ കഴിവുകേട് കൊണ്ടുമായിരിക്കരുത്, അല്ലെങ്കിൽ എനിക്ക് അവസരമില്ലാത്തത് കൊണ്ടുമായിരിക്കരുത്. തികച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം ഒരാൾ ഒരു തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത്. ഇത് പരമപ്രധാനമാണ്. ആ ഇഖ്ലാസ് പരമപ്രധാനമാണ്. ഇതാണ് മനുഷ്യന്റെ മനസ്സിൽ തൗബയുടെ വേളയിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഖേദമാണ്. അന്നദമു തൗബ, തൗബ അത് ഖേദമാണ് തൗബ എന്ന് നമുക്ക് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, പാപത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ നിബന്ധന. അതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അള്ളാഹുവേ നിന്നെ പേടിച്ചുകൊണ്ട് മാത്രമാണ് എന്ന ഉദ്ദേശം നമുക്കുണ്ടാകണം. അങ്ങനെ തന്നെ ആയിരിക്കണം. രണ്ടാമതായി നമ്മൾ ഇനി പാപത്തിൻ്റെ ഗൗരവമറിയലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ പങ്കുവെക്കുന്ന ഒരാശങ്കയുണ്ട്. തെറ്റുകൾ ചെയ്യുന്നു, തൗബ ചെയ്യുന്നു, പക്ഷെ പിന്നെയും അവസരം കിട്ടിയാൽ തെറ്റിലേക്ക് പോവുകയാണ്. എന്താണ് ഞാനിനി ചെയ്യേണ്ടത്? വീണ്ടും വീണ്ടും തെറ്റുകൾക്ക് ഞാൻ അഡിക്റ്റ് ആവുകയാണ്. എന്താണിനി ഞാൻ ചെയ്യേണ്ടത്? പലരിലും ഉണ്ടാകുന്ന വലിയ ഒരാശങ്കയാണത്. ശരിയല്ലേ? ഇവിടെ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ഗൗരവമറിയലാണ് ഏറ്റവും പ്രധാനം. ഒരു തിന്മ, മഹാപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ അതുകൊണ്ട് കണക്കല്ലാത്ത രൂപത്തിലുള്ള ദുരിതങ്ങൾ ദുന്യാവിലും ആഖിറത്തിലും വരാനുണ്ട് എന്ന് സ്വന്തത്തെ പഠിപ്പിക്കണം. അത് ശരിക്കും ഗ്രഹിക്കണം. ഒന്നാമതായി, ഉപകാരപ്രദമായ അറിവ് നമുക്ക് തടയപ്പെടും. നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇൽമുണ്ടാവില്ല. ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് നഷ്ടപ്പെടും. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഉസ്താദായ വക്കീഅ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പോയിട്ട് ഒരിക്കൽ പറഞ്ഞു, ഉസ്താദെ, പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ്. ഷാഫി ഇമാമിന്റെ ജീവിതത്തിൽ വലിയ തിന്മകളൊന്നും ചെയ്ത് നടക്കുന്ന വ്യക്തിത്വമായിരുന്നില്ല. പക്ഷേ എവിടെയോ എന്തൊക്കെയോ ചില ചില്ലറ തകരാറുകൾ പോലും വന്നപ്പോഴേക്ക് അതവിടുത്തെ വിജ്ഞാനത്തിന്റെ കാര്യത്തെ ബാധിച്ചു എന്ന് ഉസ്താദ് ശിഷ്യന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന ചരിത്രം നമുക്കേവർക്കും ഗുണപാഠമാകണം. പാപം ചെയ്താൽ അങ്ങനെയാണ്, ഇൽമു നമുക്ക് തടയപ്പെടും. ഹൃദയത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടും. കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എളുപ്പമാകാതെ വളരെ പ്രയാസകരമായ അവസ്ഥയായിരിക്കും. ഏത് പ്രശ്നത്തിലും നമുക്ക് ഞെരുക്കങ്ങൾ വരും. ശാരീരികമായി ദുർബലതകൾ പിടികൂടും. പല വിധത്തിലുള്ള
ദൗർബല്യങ്ങളും ശാരീരികമായി തന്നെ മനുഷ്യന് അനുഭവപ്പെടും. നന്മകൾ ചെയ്യുവാൻ അവന് താല്പര്യമുണ്ടാവുകയില്ല, അതിനുള്ള തൗഫീഖ് നഷ്ടപ്പെടും. നന്മകൾ ചെയ്യാൻ വിചാരിച്ചാൽ പോലും തൗഫീഖ് കിട്ടൂല. നമ്മളൊരു കാര്യത്തിന് വിചാരിച്ചിട്ട് കാര്യമില്ല, അത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടണം. നമ്മൾ ആലോചിച്ചു നോക്ക്, മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലയോട് ഒരു ശിഷ്യൻ വന്നിട്ട് പറയാണ്, മഹാനവറുകളോട് പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഉളുവെടുക്കാനുള്ള വെള്ളം അടുത്തു കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അന്ന് നമ്മുടെ കാലത്തെ പോലെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും അല്ലെങ്കിൽ പൈപ്പ് ലൈൻ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കണം, തോൽപാത്രങ്ങളിലും മറ്റുമൊക്കെയായി. ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ മാത്രം എനിക്ക് തൗഫീഖ് കിട്ടാറില്ല, കഴിയുന്നില്ല. അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞ മറുപടി ഓർക്കണം, ഖയ്യദത്ക ദുനൂബുക, താങ്കളുടെ പാപങ്ങളാണ് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നേൽക്കാൻ കഴിയാതെ നിങ്ങളെ കെട്ടിയിടുന്നത് നിങ്ങളുടെ പാപങ്ങളാണ്. ആലോചിക്കേ, നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ, തൗഫീഖ് നമുക്കില്ലാതെയാകും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുകൾ നഷ്ടപ്പെടും. മാനസികമായി വല്ലാത്ത ടെൻഷനുകൾ, മാനസികമായ ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. തിന്മയുടെ പ്രത്യാഘാതങ്ങളാണിതൊക്കെ. തിന്മകൾ പലതുമായി നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരും. തിന്മകൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ നിസ്സാരമായി തോന്നും, ജനങ്ങൾക്കിടയിൽ നിന്ദ്യനായി മാറും, അള്ളാഹുവിൻ്റെ മുമ്പിലും നിന്ദ്യതയുണ്ടാകും. ഈ ലോകത്തുള്ള മൃഗങ്ങൾ വരെ നമുക്കെതിരെ ശാപത്തിൻ്റെതായ പ്രാർത്ഥനകൾ നടത്തും. അതുപോലെ തന്നെ ഹൃദയത്തിലും എല്ലാ അർത്ഥത്തിലും പ്രത്യേകമായ സീല് വന്ന് വീഴും എന്നാണ്. അതായത് റബ്ബിൻ്റെ തൗഫീക്ക് നഷ്ടപ്പെടുമ്പോൾ അവിടെ കറകളിങ്ങനെ കുമിഞ്ഞുകൂടിയിട്ട് അവിടെ മുദ്ര വെക്കപ്പെടും. അങ്ങോട്ട് പിന്നെ പ്രകാശങ്ങൾ കടന്നു കയറുകയില്ല, ശാപത്തിന് ഹേതുവായി മാറും. പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം തരാതാകും. കാരണം പാപങ്ങളിലൂടെയാണ് ജീവിതം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകും. കരയിലും കടലിലും നാശമുണ്ടാകും. പാപികളുടെ പ്രവർത്തനം കാരണത്താൽ പ്രപഞ്ചത്തിലെ ജീവികൾക്ക് പോലും അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും. മനുഷ്യ മനസ്സിൽ നിന്ന് ലജ്ജ കുടിയിറങ്ങിപ്പോകും, അത് പടിയിറങ്ങിപ്പോകും. മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കേണ്ടുന്ന ഈമാനികമായ കൃത്യമായ ഒരു കണിശതാബോധം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് അവനിൽ നിന്ന് അവൻ അറിയാതെ തന്നെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. അവനിലേക്ക് വ്യത്യസ്തമായ ഇനങ്ങൾ ശിക്ഷകളായി ചെറുതും വലുതുമായി അവനിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. പാപിയുടെ മനസ്സിൽ എപ്പോഴും എന്തെന്നില്ലാത്ത ഒരു ഭീതി ഇങ്ങനെ എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കും. ശൈത്താന്റെ കെണിയിൽ അവൻ പെട്ടെന്ന് ആപതിച്ചുകൊണ്ടിരിക്കും. ഇതിനെല്ലാം ഉപരി മരണം വളരെ മോശമായിരിക്കും. സൂഉൽ ഖാത്തിമ, ചീത്തയായ അന്ത്യമായിരിക്കും. എല്ലാത്തിൻ്റെയും പര്യവസാനം എന്ന നിലക്ക് ആഖിറത്തിൽ കത്തിയാളുന്ന നരകത്തിയിൽ പോയി വീഴുകയും ചെയ്യും. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, എല്ലാം വിശദീകരണം അർഹിക്കുന്നവയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വൻ പാപങ്ങൾ വന്നു പോയാൽ സംഭവിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ്, ഗുരുതരമായ അപകടങ്ങളാണ്. ഇത് നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരുന്നാൽ വൻപാപങ്ങൾ ചെയ്യാൻ മോഹമുണ്ടാകുമ്പോഴെല്ലാം അരുത് എന്നെൻ്റെ മനസ്സിനെ പഠിപ്പിക്കുവാൻ, ഈ രൂപത്തിലൊക്കെയുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഞാൻ ഇരയാകും, ഞാൻ അതിൽ ചെന്ന് വീഴുമെന്ന് മനസ്സിനെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കലാണ് പരമപ്രധാനമായ ഒരു വിഷയം. മറ്റൊന്ന്, തൗബ നീട്ടിവെക്കരുത് എന്നുള്ളതാണ്. ഉടനെ തൗബ ചെയ്യണം എന്നാണ്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത്, എനിക്ക് പ്രായമൊന്നും അധികമായിട്ടില്ല, അവസരങ്ങൾ വരട്ടെ, റമദാൻ വരട്ടെ, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ വരട്ടെ, അതല്ലെങ്കിൽ ഹറമിലേക്ക് എത്തട്ടെ, ഒരുപാട് കാലത്തേക്ക് നീട്ടിവെക്കാനുള്ളതല്ല തൗബ. തൗബ എന്ന് പറയുന്നത് മനുഷ്യന് താൻ തെറ്റ് ചെയ്തു പോയി എന്ന് എപ്പോൾ ബോധ്യമാകുന്നുവോ അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിൽ അങ്ങനെയാണ് പറഞ്ഞത്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ
ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. സത്യവിശ്വാസികളായ ആളുകൾ അവരിൽ നിന്ന് ഒരു നീചമായ പ്രവൃത്തി അല്ലെങ്കിൽ അവരോട് തന്നെ ഏതെങ്കിലും വിധത്തിലൊരു അക്രമം ചെയ്യുകയും അത് അവർക്ക് ബോധ്യമാവുകയും ചെയ്താൽ അല്ലാഹനെ ഉടനെ അവരോർക്കുകയാണ്, ഉടനെ അവർ ഇസ്തിഗ്ഫാർ നടത്തും, തൗബ ചെയ്യും. അവർ ചെയ്തിട്ടുള്ള തിന്മയിൽ അവർ പിന്നെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കുകയില്ല, അതിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അവർ നിൽക്കുകയില്ല, തൗബ അവർ പിന്തിച്ചിടുകയില്ല എന്നാണ് കൃത്യമായി അള്ളാഹു പറയുന്നത്. വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ വേറെയും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമത്തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ്. തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുക ആരുടേതാണ്? ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ, അവിവേകം കൊണ്ട് ചീത്തയായ ഒരു പ്രവൃത്തി ഒരാൾ പ്രവർത്തിക്കുന്നു. സുമ്മ യതൂബൂന മിൻ ഖരീബ്, സഹോദരങ്ങളെ അടിവരയിട്ട് മനസ്സിലാക്കുക. സുമ്മ യതൂബൂന, പിന്നീട് അവർ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. മിൻ ഖരീബ്, ഉടനെ പശ്ചാത്തപിക്കുന്നു എന്നാണ്. ഉടനെ പശ്ചാത്തപിക്കണം, നീട്ടിവെക്കരുത്. തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഉടനെ പശ്ചാത്തപിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. അത് തന്നെയും നമുക്ക് അവസരങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ ഉളൂ എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ലതാണ്. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുത്തൊരു അബദ്ധം സംഭവിച്ചു, അവൻ നന്നായി ഉളൂ ചെയ്തു, നമസ്കാരത്തിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റ് യാതൊരു സംസാരങ്ങളും ചിന്തകളും അവന്റെ മനസ്സിൽ വരാതെ ആത്മാർത്ഥമായി അവൻ 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയില്ല എന്ന്. അങ്ങനെ ആ നമസ്കാരത്തിന്റെ ഒക്കെ ശേഷം അവൻ തേടുമ്പോൾ അതൊക്കെ വലിയ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കുവാനുള്ള പ്രത്യേകമായ കാരണങ്ങളാണ്. അപ്പൊ തൗബ നീട്ടിവെക്കരുത് എന്നാണ് പറയാനുള്ളത്. ഉടനെ ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ്. ബാധ്യതകൾ ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കണം. ആരോടെങ്കിലും സാമ്പത്തികമായ ഇടപാടുകളുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ, എല്ലാം കൊടുത്തു തീർക്കണം. അതൊന്നും പിന്നേക്ക് നീട്ടിവെക്കാൻ പാടില്ല. കൃത്യമായ നിലക്ക് ആ ഇടപാടുകളിൽ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. നമുക്ക് മറ്റൊരിക്കൽ വിശദീകരിക്കുവാനുണ്ട്. ഇപ്പൊ ഗീബത്തിന്റെ വിഷയം പറയുമ്പോൾ ലഹരിയുടെ വിഷയം, വ്യഭിചാരത്തിന്റെ വിഷയം, അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലുള്ള മറ്റു തിന്മകൾ പലതും, അവയുടെയൊക്കെ തൗബയെ സംബന്ധിച്ച് ചിലത് നമുക്ക് വേറെയും മനസ്സിലാക്കുവാനുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ട് മതിയാക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്ക് വേണം. എൻ്റെ തൗബ സ്വീകരിക്കുകയില്ല എന്ന തോന്നലുണ്ടാകരുത്. എൻ്റെ റബ്ബ് കാരുണ്യവാനാണ് എന്ന് എന്നെ പഠിപ്പിക്കണം. അള്ളാഹുവിന് 100 ഗുണങ്ങൾ, 100 പ്രത്യേകമായ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അവൻ്റെ റഹ്മത്തുകൾ 100ആയിട്ടവൻ പ്രത്യേകമായി വിഭജിച്ചിരിക്കുകയാണ്. അതിൽ ഒരു അംശം മാത്രമേ ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളൂ. ആ ഇറക്കിയ ഒരംശം കൊണ്ടാണ് ഇവിടെയുള്ള ജീവജാലങ്ങളൊക്കെ പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ പോലും എത്രത്തോളം നമ്മൾ പുകഴ്ത്തി പറയുന്ന കാരുണ്യങ്ങളുണ്ടോ, പ്രവർത്തനങ്ങളുണ്ടോ, അതൊക്കെ അള്ളാഹുവിൻ്റെ 100-ൽ, അവൻ്റെ കാരുണ്യത്തിൻ്റെ 100-ൽ ഒരംശം മാത്രം ഈ ഭൂമിയിലേക്ക് അവൻ ഇറക്കിയത് കൊണ്ടാണ്. അതേ അവസരത്തിൽ ബാക്കിയുള്ള 99 അനുഗ്രഹങ്ങളും അല്ലാഹു തആല നാളെ പരലോകത്തെ വിശ്വാസികൾക്ക് പ്രത്യേകം അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കാൻ വേണ്ടി അവിടെ കാത്തു വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ റബ്ബിൻ്റെ റഹ്മത്ത് എത്രത്തോളം വിശാലമാണ്. അതുകൊണ്ട് എത്ര കൊടും പാപിയാണെങ്കിലും അള്ളാഹു പൊറുക്കുമെന്ന് മനസ്സിലാക്കണം. 100 പേരെ കൊന്നവന് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുത്തു എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൃത്യമായ ചരിത്രമാണല്ലോ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് നമ്മൾ തൗബ ചെയ്യുമ്പോൾ ആ തിന്മകളുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വേഗത്തിൽ വിട്ടു നിൽക്കണം. ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിലനിന്നതുകൊണ്ടോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിച്ചതുകൊണ്ടോ, ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഉപകരണം തൻ്റെയോ തൻ്റെ വീട്ടിലോ ഉള്ളതിനാലോ ആണ് ഞാനിങ്ങനെ വൻപാപങ്ങളിലേക്ക് പോകുന്നത് എന്ന് ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ
അത്തരത്തിലുള്ള ആ വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും അവൻ മാറിപ്പോകണം. 100 പേരെ വധിച്ച ഒരാളുടെ തൗബയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തന്നപ്പോൾ ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് 100 പേരെ ഞാൻ കൊന്നു, ഇനി എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാനായ പണ്ഡിതൻ ഈ വ്യക്തിക്ക് കൊടുത്ത ഉപദേശം എന്താണ്? ഇൻതലിഖ് ഇലാ അർളി കദാ വകദാ, താങ്കൾ ഇന്ന ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. ഫഇന്ന ബിഹാ ഉനാസൻ യഅബുദൂനല്ലാഹ തആല ഫഅബ്ദില്ലാഹ മഅഹും വലാ തർജിഇ ഇലാ അർദിക ഫഇന്നഹാ അർദു സൂഅ്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. നീ ഇന്ന പ്രദേശത്തേക്ക് പോകണം. എന്താ നാടിന്റെ പ്രത്യേകത? അവിടെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായ കുറെ ആളുകളുള്ള സ്ഥലമാണ്. ഫഅബ്ദില്ലാഹ മഅഹും, അവരോടൊപ്പം ചേർന്ന് നീയും അള്ളാഹുവിനെ ആരാധിക്കണം. ഒരിക്കലും വലാ തർജിഇ ഇലാ അർളിക, നിന്റെ ഭൂമിയിലേക്ക്, നിന്റെ നാട്ടിലേക്ക് നീ ഒരിക്കലും മടങ്ങരുത്. കാരണം ഫഇന്നഹാ അർദു സൂഇൻ, അതൊരു ചീത്തയായ നാടാണ്. ചീത്ത നാടാണെന്ന് പറഞ്ഞാൽ ചീത്തയായ ആളുകൾ വസിക്കുന്ന പ്രദേശവും കൂട്ടുകെട്ടൊക്കെയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യനെ നല്ലൊരു ഭാഗത്തേക്ക് ഈ മഹാനായ പണ്ഡിതൻ ഉപദേശിച്ച് യാത്രയാക്കിയത്. നമ്മൾ മനസ്സിലാക്കണം, തിന്മക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ, അതെന്താണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം നമ്മൾ. ആ രൂപത്തിൽ കൃത്യമായി നമ്മെ അതിലേക്ക് തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരുണ്ടാകും. ആ കൂട്ടുകെട്ടിനെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് നല്ലവരായ ആളുകളുടെ കൂടെ കൂടണം. ചീത്തയായ പ്രവർത്തനങ്ങൾ ചെയ്ത് തൗബ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പല ചെറുപ്പക്കാരും ഇന്ന് പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്താണ്? എനിക്ക് നന്നാകണമെന്നുണ്ട്, പക്ഷേ എൻ്റെ പഴയ കൂട്ടുകാർ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, എൻ്റെ പഴയ കൂട്ടുകാരി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ഞാൻ അവരോടൊപ്പം കഴിഞ്ഞിരുന്ന പല രൂപത്തിലുള്ള തിന്മകളും പ്രവർത്തിച്ചതിൻ്റെ നേർപകർപ്പുകൾ, ഫോട്ടോകൾ, അതുപോലെയുള്ള പല ക്ലിപ്പുകളും അവരുടെ കൈകളിലുണ്ട്. അതവർ പുറത്തിടും എന്നെ ഭീഷണിപ്പെടുത്തി വീണ്ടും അവരെന്നെ ലഹരിയുടെയും വ്യഭിചാരത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും ലോകത്തേക്ക്, സ്വവർഗരതിയുടെയും ലോകത്തേക്ക് അവരെന്നെ മാടി വിളിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മാനസികമായി ആകെ തകരുകയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളിൽ നമ്മൾ ഭയപ്പെടരുത്. തിന്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ പിന്നെ അള്ളാഹുവിൽ തവക്കുലാക്കുക. റഹ്മാനായ റബ്ബിനോട് ഇത്തരത്തിലുള്ള നികൃഷ്ടരായ ആളുകളുടെ ശർറിൽ നിന്ന് മോചനം നേടുക. അത്തരത്തിൽ ശത്രുക്കളെ നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന അധികരിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, ഇതാ ഈ ശത്രുക്കളെ ഞാൻ നിന്റെ മുമ്പിൽ, അതേ ഇവരുടെ മുമ്പിൽ ഞാൻ നിന്നെ നിർത്തുകയാണ്. അല്ലാഹുവേ, അവരുടെ ശർറുകൾ എനിക്കുണ്ടാകരുതേ. അതുപോലെ തന്നെ അവരുടെ എല്ലാ രൂപത്തിലുള്ള ഷെറുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയും ചെയ്യുന്നു എന്ന്. ബ്ലാക്ക് മെയിലിംഗ് തുടരുന്നു എന്നുള്ളത് കൊണ്ട് ഇനി എനിക്ക് നിവൃത്തിയില്ല, ചെയ്തു പോയിരുന്ന തിന്മകൾ ചെയ്യുക തന്നെ, അല്ലെങ്കിൽ ഞാൻ നാണം കെടുമെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തിന്മകളിലേക്ക് തന്നെ പോയാൽ അത് സർവനാശത്തിലേക്കായിരിക്കും നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുക. അതുകൊണ്ട് ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, നല്ലവരായ ആളുകളോടൊപ്പം മാത്രം ചേരുക, ദീനീ വിജ്ഞാന സദസ്സുകളിലെ സ്ഥിരം ശ്രോതാക്കളാവുക. ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രഭാഷണങ്ങളും ആ രൂപത്തിലുള്ള മതവിജ്ഞാനങ്ങളും കൂടുതൽ കൂടുതൽ നമുക്ക് ലഭ്യമാകുന്ന വേദികളെ കൂടുതൽ കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. മതപരമായ അള്ളാഹുവിനെ സംബന്ധിച്ചും പരലോകബോധത്തെ നമ്മുടെ മനസ്സിൽ കൃത്യമായി നിലനിർത്തുവാൻ ഉതകുന്ന വിധത്തിലൊക്കെയുള്ള വൈജ്ഞാനികമായ മേഖലയെ വികസിപ്പിക്കുവാൻ ആവശ്യമായ സൈറ്റുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേകം മനസ്സിനെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുക. ഇങ്ങനെയൊക്കെ നന്മകൾ ധാരാളമായി കൂടുതൽ ചെയ്യുവാനുള്ള താല്പര്യം നമ്മുടെ മനസ്സുകളിൽ നിലനിർത്തുകയും ചെയ്യുക. ഈ രൂപത്തിലൊക്കെ ചെയ്തു വരുന്ന തിന്മകളിൽ നിന്ന് മുഴുവൻ അള്ളാഹുവിന് വേണ്ടി വിട്ടുനിൽക്കുകയും ഇനി ആ ചെയ്തു പോയ തിന്മകളെക്കുറിച്ചൊക്കെ അഗാധമായ ഖേദം നിലനിൽക്കുകയും അത് അടിവരയിടണം. തൻ്റെ ഗതകാല ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഏത് വലിയ തിന്മകളും ഓർക്കുമ്പോൾ ഞെട്ടലാണ് മനസ്സിലുണ്ടാകേണ്ടത്. ആനന്ദം തോന്നരുത്, അതിൽ വലിയ സന്തോഷം തോന്നരുത്, അതൊക്കെ ഓർത്ത് ചിരി വരരുത്, അതൊക്കെ ഓർത്ത് മനസ്സിനൊരു കുളിർമ തോന്നരുത്. ഇനിയും അവസരം കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന വിധത്തിൽ അതിനോടൊരു മാനസികമായ അയഞ്ഞ സമീപനമുണ്ടാകരുത്.
അതീവ ഗുരുതരമാണല്ലോ ഞാൻ ചെയ്തു പോയത് എന്ന അഗാധമായ പേടിയും ദുഃഖവും ഖേദവും നമ്മുടെ മനസ്സിൽ വേണം. ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢമായ നിശ്ചയവും, അതിന് കളമൊരുങ്ങും വിധത്തിൽ ആരെയൊക്കെ ഒഴിവാക്കണോ, ഏതെല്ലാം വസ്തുക്കളോട് വിട പറയണോ, ഏതെല്ലാം സ്ഥലങ്ങളോട് വിട പറയണോ, ഏതെല്ലാം റൂമുകളിൽ നിന്ന് മാറി താമസിക്കണോ, ഏതെല്ലാം ഇടങ്ങളിലേക്ക് മാറേണ്ടതുണ്ടോ, എല്ലാ ഒരുക്കങ്ങളും ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. പാപമോചന തേട്ടങ്ങൾ അധികരിപ്പിച്ച് നന്മകൾ വർദ്ധിപ്പിക്കുക. എങ്കിൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നു നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നരകവിമോചനത്തിന് അർഹരായി തീരുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് റബ്ബ് കാവൽ നൽകട്ടെ. രോഗികൾക്ക് ശിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് ജന്നത്ത് പ്രദാനം ചെയ്യട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.